വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മലയായിലെത്തിയ മലയാളി എന്ന ജീവചരിത്രത്തിൻ്റെ 4ാം ഭാഗമാണ്. അതായത് 12 മുതലുള്ള അധ്യായങ്ങളാണ്. അപ്പോൾ തുടങ്ങാം. അധ്യായം 12. ആ മനോഹരമായ തെപ്പക്കുളക്കരയ്ക്കടുത്തുള്ള വീതിയിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഇടത് ഭാഗത്തായി കണ്ട അത്ഭുത കാഴ്ചയെക്കുറിച്ചുകൂടി 2 വാക്ക് പറയാതെ നിവൃത്തിയില്ല. സിലോൺ ബുദ്ധമത വിശ്വാസികളുടെ ഭക്തി സങ്കേത സ്ഥാനമായ കാണ്ടി മാലിക എന്ന് ജഗൽ പ്രസിദ്ധമായുള്ള ആ മഹാമേടയാണ് എൻ്റെ ഇടതുഭാഗത്ത് വിലസിച്ചുകൊണ്ടിരുന്നത്. കാണ്ടി അരമനയും അസൈസ് കോട്ടും നടനശാലകളും സുപ്രസിദ്ധമായ കോളേജും കൂടി ചേർന്ന് വിലസുന്ന ആ ഭൂലോക സ്വർഗഭവനത്തെ കണ്ടാൽ ആരാനും പ്രശംസിക്കാതിരിക്കുമോ? ആ അദ്ഭുത കാഴ്ചയെ തന്നെ നേത്രങ്ങൾ പറിക്കാതെ ഞാൻ അക്ഷമനായി വീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനേകം മാനവരും മാന്യ മഹിളകളും കൂട്ടം കൂട്ടമായി അതിനുള്ളിൽ പ്രവേശിക്കുന്നത് കണ്ടു. ഞാനും അവരോടുകൂടി ആ വിചിത്ര മേടയ്ക്കുള്ളിൽ കടന്നു. ആ മഹത്തരമായ ആലയത്തിനുള്ളിൽ പലവിധമായ വിചിത്ര പ്രതിമകളും പണ്ടത്തെ അരമന സാമാനങ്ങളും വളരെ പഴക്കമുള്ള 8 ഗ്രന്ഥങ്ങളും പലവിധ നാണയങ്ങളും കാണുകയുണ്ടായി. അനന്തരം ഞാൻ മാലികാ സന്നിധാനത്തിലേക്ക് പോയി. അവിടെ ആ ശാക്യമുനി പുങ്കവൻ്റെ പൊന്നമ്പലത്തിന് മുന്നിൽ അനവധി ബൗദ്ധഭിക്ഷുക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും ബദ്ധാഞ്ജലിയായി പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അനന്തരം അവിടെ നിന്ന് തിരിച്ച് ഞാൻ പിന്നെയും പല ആകർഷകങ്ങളായ കാഴ്ചകളെ അവിടെ നോക്കിക്കണ്ട് ഹൃദയസന്തർപ്പണം ചെയ്തുകൊണ്ട് പേരാത്തനി പൂന്തോട്ടത്തിലെത്തി. ആഹാ, അവിടുത്തെ പ്രകൃതി രാമണീയകം! സായാഹ്നമാരുതൻ പരിമളഭാരം ആ പ്രദേശമെങ്ങും പരത്തിയിരുന്നു. പഞ്ചമിത്തിങ്കൾ ആ കുസുമഭൂമിയുടെ ഉപരിഭാഗത്ത് തെക്കു പടിഞ്ഞാറ് മാറി തൻ്റെ സൗഭാഗ്യ സമഗ്രതയുടെ വിഷ്കംഭരംഗത്തിന് കോപ്പുകൂട്ടിയതോടെ ചന്ദ്രകാന്തി വല്ലികളിൽ നീളെ പുഞ്ചിരി പുരണ്ടു തുടങ്ങി. കേരളീയ കുമാരികളെപ്പോലെ കോമളാംഗികളായ കാണ്ടി ബാലികമാർ കൂട്ടമായി നടന്നു വരുന്നത് കണ്ടിട്ടായിരിക്കാം പല വർണ്ണത്തിലുള്ള പനിനീരലറുകൾ ചെടികളുടെ ശാഖാഗ്രങ്ങളിൽ കിടന്ന് സോത്സാഹം ചാടിക്കുതിക്കുന്നത്. രക്തകാന്തി ചിന്തിയ ചെത്തികളും ചെന്തുകിൽ പുതച്ച ചെമ്പരത്തികളും ഒരിടത്ത് ധവളിമയും നീലിമയും പുലർന്നൊഴുകുന്ന പുഷ്പസഞ്ചയങ്ങളാൽ അലങ്കൃതങ്ങളായ മന്ദാരങ്ങളും തങ്കപ്രഭയിൽ നീരാടിയ മനോജ്ഞ മഞ്ചരികളാൽ കണ്ണും കരളും കവരുന്ന പൊന്നുമ്മങ്ങളും മറ്റൊരിടത്ത് മുല്ല, മല്ലിക, ചെമ്പകം, മാതളം എന്നിങ്ങനെ പ്രലോഭനീയങ്ങളായ പല പല പൂച്ചെടികളും നിറഞ്ഞ് ആ ഭൂമി നന്ദനോപവനം പോലെയുണ്ടായിരുന്നു. രാവണൻ്റെ കോട്ടയുടെ മാതൃകയോ എന്ന് തോന്നുമാറ് പുഷ്പതരുക്കൾ നിരന്ന് ഉദ്യാനത്തിൻ്റെ 4 അതിരുകളെയും നിഷേവിച്ചുകൊണ്ടിരുന്നു. ആ സ്പൃഹണീയമായ പൂങ്കാവിൽ പ്രവേശിച്ചവർക്ക് അവിടുത്തെ പ്രകൃതിഭൂഷകളെ കൈവെടിഞ്ഞ് പുറത്തു പോകുവാൻ ഇഷ്ടമുണ്ടാകുന്നതല്ല. അനേകം പൂങ്കാവനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ പേരാത്തനി സൂനവനത്തിൻ്റെ 100-1 ഭാഗം സൗന്ദര്യം അവയിലൊന്നിനുമില്ല. ഒരു വിധത്തിൽ മനസ്സില്ലാ മനസ്സോടെ ആ ഉപവനത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. പിന്നെയും പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ഒടുവിൽ ഗലഹയിലേക്ക് പോയി. ഗലഹയ്ക്കും പട്ടകമയ്ക്കും മധ്യേ വഴിയരികിലായി 7 ജാതി ഇലകളും സപ്തവർണ്ണ സൂനങ്ങളും കൊണ്ട് അലങ്കൃതമായ ഒരു വിശേഷ വൃക്ഷം കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ആ അപൂർവ വൃക്ഷത്തിൽ ഏത് കാലത്തും ഇലകളും പുഷ്പങ്ങളും നിബിഡമായി കണ്ടുവരുന്നു. ആ 7 ജാതി മരത്തിൽ നിന്ന് ഒരു ഇലയോ പുഷ്പമോ മനുഷ്യർക്ക് പൊട്ടിച്ചെടുക്കുവാൻ സാധിക്കയില്ലെന്നാണ് ആ നാട്ടുകാരുടെ സംസാരം. അത് എത്രമേൽ യഥാർത്ഥമാണെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയെങ്കിലും ആകട്ടെ, ഉടനീളം പൂത്തു നിൽക്കുന്ന ആ വൃക്ഷത്തിന് കീഴിൽ ഒരു പുഷ്പമെങ്കിലും വീണു കിടക്കുന്നതായിട്ട് അവിടെ കണ്ടില്ല. പുഷ്പങ്ങളൊന്നും ഒരിക്കലും താഴെ വീഴുകയില്ലത്രേ. ആ മരത്തിൻ്റെ കടയ്ക്കൽ വടക്കു ഭാഗത്തായി 4 വിരലുകൾ മടക്കിയും ചൂണ്ടുവിരൽ നേരെ ഉത്തരദിക്കിലേക്ക് നീട്ടിയും പിടിച്ചിട്ടുള്ള ഒരു കയ്യിൻ്റെ ആകൃതിയിൽ ഒരാൾ ഉയരത്തിൽ ഒരു വേരുയർന്നു നിന്നിരുന്നു. ആ ചൂണ്ടുവിരലിൻ്റെ ലക്ഷ്യം 2 ഫർലോങ് അകലെയുള്ള ഒരു മലയാകുന്നു. ആ മലയുടെ അടിവാരത്ത് ഈ 7 ജാതി വൃക്ഷത്തിന് നേരെ എതിരിൽ വേറെയൊരു ഉന്നതമായ വൃക്ഷമുണ്ട്. ആ മരത്തെ അനവധി മുഹമ്മദീയർ വന്ന് നമ്രശീർഷരായി വന്ദിച്ചു പോരുക പതിവാണ്. കല്യാണ വിശേഷങ്ങളിൽ വിലയേറിയ പട്ടുകൾ കൊണ്ടുവന്ന് ആ മരത്തെ പരിവേഷ്ടനം ചെയ്യുകയും അവരുടെ ഒരു സമ്പ്രദായമാകുന്നു. ഏതാണ്ട് 7.5 ജാർ തുണി വേണമത്രേ ഇപ്പോൾ വൃക്ഷത്തെ ഒന്ന് വേഷ്ടനം ചെയ്യുവാൻ. ഹിന്ദുക്കൾ ആ മരം ശിവവൃക്ഷമെന്നും വിശ്വസിച്ച് അതിനെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. സിംഹളർ അത് വെറും കരിമരമാണെന്ന് പറയുന്നു. മുഹമ്മദീയർ ആ മരത്തെ ഇത്ര വളരെ ആദരിക്കുവാൻ ഇടയായത് അതിൻ്റെ തോൽ വെട്ടിയാൽ
രക്തവർണമായ ഒരുതരം വെള്ളം പുറത്തു വന്ന് കാണുന്നതുകൊണ്ടാണ്. സിംഹളരുടെ അഭിപ്രായം ആ രക്തജലശ്രുതി ആ ജാതി മരങ്ങൾക്കുള്ള സഹജ ഗുണമാണെന്നാകുന്നു. പക്ഷേ സിലോണിൽ അത്തരം വൃക്ഷം അതുമാത്രമേയുള്ളൂ എന്ന് അവരും ഐക്യകണ്ഠേന സമ്മതിക്കുന്നുണ്ട്. ആ വൃക്ഷത്തെ മുറിക്കുവാൻ ഒരിക്കൽ ഗവൺമെൻറ് കൽപ്പനയുണ്ടായി. ആ സന്ദർഭത്തിൽ നാട്ടുകാരായ മുഹമ്മദീയർ എല്ലാം കൂടെ ഇളകിയതിനാൽ കൽപ്പന പിൻവലിക്കപ്പെട്ടു. ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സംസാരിച്ചാൽ 7 ജാതി വൃക്ഷത്തിൻ്റെ അടുത്തു നിന്നും എതിർധ്വനി കേൾക്കുമത്രേ. അതേവിധം അവിടെ നിന്ന് സംസാരിച്ചാൽ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലും പ്രതിശബ്ദം കേൾക്കും. ഇത് ഞങ്ങൾ പരീക്ഷിച്ചതിൽ വാസ്തവമായി കണ്ടു. ഹേവഹർത്ത, ബ്ലാത്താങ്കോട്, പതിയപ്പളെ എന്ന മലനാടുകളും ഞാൻ കണ്ടു. പതിയപ്പളയാകുന്നു നൂറേലിയ മഹാരണ്യത്തിൻ്റെ അതിർത്തി. ആ വനത്തിൽ അനേകം വേടന്മാർ നിവസിച്ചു വരുന്നുണ്ട്. കാട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന കാട്ടുസിംഹളരും ഈ കാട്ടുവേടന്മാരുമായി കുറേ മമതയിലാണ്. വേടർ കാടുകളിൽ നിന്നും മൃഗങ്ങളെ കൊന്ന് മാംസം കൊണ്ടുവന്ന് കാട്ടുസിംഹളർക്ക് കൊടുക്കുന്നു. സിംഹളർ താമസിക്കുന്ന വീടിൻ്റെ 2 ഫർലോങ് ദൂരത്തിലല്ലാതെ അവർ വീട്ടിനടുത്ത് ഒരിക്കലും വരികയില്ല. മാംസം ദൂരത്തിൽ കൊണ്ടുവച്ച് ഊം ഊം എന്ന് ഒരുവിധം ശബ്ദം പുറപ്പെടുവിക്കും. ആ രീതിയിൽ തന്നെയാണ് അവരുടെ സംഭാഷണങ്ങൾ. മാംസമെടുക്കുവാൻ പുറത്ത് ആൾ വരുന്നത് കണ്ടാൽ എല്ലാം കൂട്ടമായി ഓടി കാടിനുള്ളിൽ മറഞ്ഞുകളയും. അവർ മൃഗങ്ങളെ വധിക്കുന്നത് വില്ലുകുലച്ച് അമ്പെയ്തുകൊണ്ടാകുന്നു. അവരുടെ ധനുർവിദ്യയിലുള്ള സാമർഥ്യം അതികേമമാണ്. കൈവേഗത്തിലും സൂക്ഷ്മതയിലും അവരെ ജയിക്കുവാൻ ഒരു ഏകലവ്യനും പ്രാപ്തനല്ല. വസ്ത്രാഡംബരങ്ങൾ ഒന്നും അവർക്കില്ല. മരത്തിൻ്റെ ഇലകൾ കുറേ അരയിൽ കിങ്ങിണി പോലെ കെട്ടിത്തൂക്കിയിരിക്കും. ഒരു വേട്ടക്കാരൻ സിംഹളിയൻ ഈ വർഗത്തിൽ 2 എണ്ണത്തിനെ കുറിഞ്ഞാക്കലയിൽ പിടിച്ചുകൊണ്ടുവന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മനുഷ്യരെ വളരെ ഭയമായിരുന്നു. ആളുകൾ അടുത്തു ചെന്നപ്പോൾ ആ സാധുജീവികളുടെ ശരീരം ഒട്ടാകെ വിറച്ചു തുടങ്ങി. ഭയം കൊണ്ട് അവ ഒന്നും തിന്നുന്നതുമില്ല. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവയിൽ പെണ്ണ് ചത്തുപോയി. പിന്നീട് മറ്റതിനെ കാട്ടിൽ കൊണ്ട് വിട്ടുകളയുകയാണ് ചെയ്തത്. കാട്ടിൽ നിന്നും മറ്റൊരവസരത്തിൽ കുരങ്ങന്മാർ വളർത്തിയിരുന്ന 2 മനുഷ്യക്കുട്ടികളെ വേട്ടക്കാർ പിടിച്ചുകൊണ്ടുവരികയുണ്ടായി. ഒരു കുട്ടി ആണും മറ്റേത് പെണ്ണുമായിരുന്നു. പെൺകുട്ടിക്ക് 9 വയസ്സും ആൺകുട്ടിക്ക് 5 വയസ്സും പ്രായമുണ്ടായിരുന്നു. മനുഷ്യരെ വളരെ ഭയമായിരുന്നു അവർക്കും. വസ്ത്രങ്ങൾ ഉടുക്കുകയില്ല. നിർബന്ധമായി പിടിച്ചു ഉടുപ്പിച്ചാലും അത് അഴിച്ചു ചീന്തിക്കളയും. വളർത്തച്ഛനമ്മമാരായ കുരങ്ങന്മാർ പുത്രസ്നേഹത്തോടുകൂടെ തിരഞ്ഞുവന്ന് അവരെ പാർപ്പിച്ചിരുന്ന വീട്ടിൻ്റെ പരിസരങ്ങളിലെത്തി. വൃക്ഷങ്ങളിൽ അങ്ങുമിങ്ങും ചാടിക്കരഞ്ഞുകൊണ്ട് ഒന്നും തിന്നാതെ അവ ഒടുവിൽ ചത്തുപോകുകയാണുണ്ടായത്. ആ കുരങ്ങന്മാർ ശബ്ദിക്കുന്നത് കേട്ടാൽ ഈ കുട്ടികളും അതേ വിധത്തിൽ ശബ്ദിച്ച് ജനൽവാതിലിൻ്റെ അഴികളിൽ പിടിച്ചു തൂങ്ങി പുറത്തേക്ക് ചാടുവാൻ ശ്രമിക്കും. കുറേ കഴിഞ്ഞപ്പോൾ ആൺകുട്ടി മരിച്ചുപോയി. മനുഷ്യരുടെ സംസാരം എന്താണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കുരങ്ങന്മാരുടെ ശബ്ദമല്ലാതെ ഒരിക്കലും അവരിൽ നിന്ന് പുറപ്പെട്ടിരുന്നില്ല. 5-6 മാസം കഴിഞ്ഞതിന് ശേഷം കാണ്ടി ഗവൺമെൻറ് ഏജൻറ്റ് ഈ പെൺകുട്ടിയെ കാണുവാൻ ചെന്നിരുന്നു. പ്രഥമ വീക്ഷണത്തിൽ ആ കുട്ടി അദ്ദേഹത്തോട് നിങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. അതായിരുന്നു ആ ബാലികയുടെ ആദ്യ സംഭാഷണം. അധ്യായം 13. പതിയപ്പളെ നിന്നും 12 മൈൽ ദൂരം കാട്ടിൽ കൂടി നടന്നു പോയാൽ നൂറേലിയ ടൗണിൽ ചെല്ലും. പതിയപ്പളെ നിന്നും മോട്ടോർ കാർ പോകുന്ന മാർഗത്തൂടെ യാത്ര ചെയ്യുന്നതായാൽ 136 മൈൽ ചുറ്റിയിട്ട് വേണം നൂറേലിയ ടൗണിൽ ചെന്ന് ചേരുവാൻ. ഞങ്ങൾ ആ കാട്ടിൽ കൂടെയുള്ള ഒറ്റയടിപ്പാത വഴിയായിട്ടാണ് നൂറേലിയയിലേക്ക് പോയത്. അവിടുത്തെ ശൈത്യവും സ്ഥിതിയുമെല്ലാം നീലഗിരിയിലെന്ന പോലെയാകുന്നു. പലവിധമായ സൗരഭ്യമുള്ള പുഷ്പവനങ്ങൾ ഇത്ര സുലഭമായി നൂറേലിയയിലെ പോലെ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. ഈ നേത്രാനന്ദം നൽകുന്ന കാഴ്ചകളും ഹൃദയത്തെ കുളിർപ്പിക്കുന്ന ശൈത്യസ്ഥിതിയും എന്നെ അവിടുന്ന് വിട്ടുപോകാൻ അനുവദിക്കായകയാൽ ഞാൻ 1 മാസം അവിടെ താമസിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഒരു ദിവസം ഞാൻ ഹയേലിയായിലേക്ക് പോയി. രാവണൻ സീതയെ കൊണ്ടു പാർപ്പിച്ചിരുന്ന സ്ഥലവും അതിനടുത്തായി ഒരു വലിയ പാറക്കല്ലും ഒരു കുറ്റിക്കരിമ്പനെയും ആ ദേവി കുളിച്ചിരുന്ന പീലിയും അവിടെ കണ്ടു. ഐതിഹ്യം വാസ്തവമെന്ന് എനിക്ക് തോന്നി. നൂറേലിയയിലുള്ളതായ പിതൃപർവ്വതമാണ് സിലോണിലെ ഏറ്റവും ഉയർന്ന പർവ്വതം. ആ ഹിമശിഖരത്തിൽ കയറി കണ്ട് ഞാൻ വിസ്മയപ്പെട്ടു. പിന്നീട് നൂറേലിയയിൽ നിന്നും പുറപ്പെട്ട് ഭണ്ഡാരവിള, ഹമ്പതുള മുതലായ സ്ഥലങ്ങളിൽ പോയി പല കാഴ്ചകളും കണ്ട് ആ വഴിയായി ബറ്റിക്കലയിലെത്തി.
ആ രാജ്യത്ത് കുടുംബസ്ഥർ പ്രായേണ മുഹമ്മദീയരും തമിഴരുമാകുന്നു. അത് ഒരു ഉൾനാട് പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ അധികം താമസിക്കാതെ തന്നെ ടങ്കാമലങ്ക് തിരിച്ച് കടൽ തീരത്തിലുള്ള കോട്ടയും ആദ്യകാലത്ത് രാവണൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിർമ്മിതമായ ശിവക്ഷേത്രവും ചൂടുവെള്ള കിണറും ഗജരൂപമായ ശിലയും കൊണ്ട് ആ ദേശം എൻ്റെ കണ്ണുകളെ അത്യന്തം കുളിർപ്പിച്ചു. അനന്തരം അവിടുന്നും പുറപ്പെട്ട് ചില ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അന്ന് രാജപുരത്തിൽ ചെന്നു. പുരാതനമായി 90 സിംഹള രാജാക്കന്മാർ വാണിരുന്ന പുരമാകുന്നു അണുരാജപുരം. ഏറെക്കാലമായി ആ 90 രാജകുടുംബങ്ങളും നശിച്ച് വനമായി മാറിയിട്ടുള്ള രാജകീയ കേന്ദ്രങ്ങളെ എന്നെ ചിലർ പരിചയപ്പെടുത്തി തന്നു. ഏതാണ്ട് ആ പ്രസ്താവം ശരിയായിരിക്കാമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം വളരെ അവശിഷ്ടങ്ങൾ അവിടെ കാണുകയുണ്ടായി. ജീർണിച്ച കോട്ടകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു കിടന്നിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇന്ന് ആ പെരുങ്കാട്ടിൽ അനേകം കാട്ടാനകളും കാട്ടുമൃഗങ്ങളുമുണ്ട്. പിന്നെ നേരെ അണുരാജപുരം വിഹ്വാലയത്തിലേക്കായിരുന്നു എൻ്റെ യാത്ര. സിലോണിലേക്ക് ഏറ്റവും പുരാതനമായ വിഹ്വാലയം അതാകുന്നു. വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ ബുദ്ധഗയയിൽ നിന്ന് കൊണ്ടുവന്ന് വച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മഹാബോധി വൃക്ഷം അവിടെയുണ്ട്. വിഹ്വാലയത്തിനുള്ളിലുള്ള ചില ബുദ്ധപ്രതിമകളെ എതിരെ കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അവിടെ അനുദിനവും വന്നുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് യാതൊരു കണക്കുമില്ല. പിന്നെ ജാൽപ്പാണത്തേക്ക് പോയി 2 വാരം ഞാൻ അവിടെ താമസിച്ചു. അവിടുത്തെ ഉൾനാട്ടുകളിലും മറ്റുമുള്ള ഗൃഹസ്ഥന്മാരുടെ വീടുകളും വേലികളും കന്നുകാലികളുടെ തൊഴുത്തുകളും മുല്ലത്തറകളും കൈവേലികളും അടുക്കള കിണറുകളും എല്ലാം മലയാളത്തിലെ മട്ടുതന്നെ. കല്യാണ അടിയന്തരം മുതലായതുകൾക്കുള്ള മര്യാദയും കുട്ടി ജനിച്ചാൽ പേരുവിളിയും ബന്ധുക്കൾ ആഭരണങ്ങൾ കൊണ്ടുവന്ന് കെട്ടലും മലയാളത്തെ തീയരുടെ പഴയ നടപ്പനുസരിച്ചാകുന്നു. തണ്ടാനും സ്ഥാനിയും വെള്ളരിയും 4 അടുക്ക് വെറ്റിലയും വെള്ളവിരിക്കലും നടുവിൽ തലയിണയും കരിമ്പടവും കല്യാണച്ചെറുക്കനെയും പെണ്ണിനെയും ബന്ധം വരുത്തലും എണങ്ങും കുറുപ്പും അമ്മാവനും നാത്തൂനും അമ്മയും മഞ്ഞളരിയും വിളക്കും നിറയും എല്ലാം ഞാൻ ജാൽപ്പാണത്തിലെ ഒരു കല്യാണത്തിൽ വെച്ച് കാണുകയുണ്ടായി. കല്യാണം കഴിഞ്ഞ പന്തലിൽ നിന്ന് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുന്നിൽ തന്നെ വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോകുവാൻ പെൺവീട്ടിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്നതുമൊക്കെ മലയാളത്തിൻ്റെ നേരെ വിവർത്തനമെന്നല്ലാതെ ഒരു വ്യത്യാസവുമില്ല. ഉൾനാട്ട് ജനങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും അനേകം മലയാള പദങ്ങളെ പെറുക്കിയെടുക്കുവാൻ കഴിയും. വീട്ടിൽ ഉപയോഗിക്കുന്ന സാമാനങ്ങൾക്കെല്ലാം മലയാള പേരുകളാണ് പറയുന്നത്. മലയാളത്തിലെ ദേശപ്പേരുകൾ സാമാന്യം ജാൽപ്പാണ ദേശങ്ങൾക്കും വഴങ്ങി വരുന്നു. അവരുടെ സ്വത്തിൻ്റെ അധിപരായത് മുഴുവൻ സ്ത്രീകളാകുന്നു. പുരുഷന്മാർ അവകാശപ്പെടുന്നില്ല. സ്ത്രീകളിലാണ് ജാൽപ്പാണത്തിലെ ശ്രേയസ്സും സ്വാതന്ത്ര്യവും ഐശ്വര്യവും സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു പുതുമയാകുന്നു, കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. കാരനഗരം, കീരിമല, കണിയമംഗലം, മാണിയപ്പ, കൊളത്തൂര്, കോന്താവു, ചെങ്ങന്നൂർ മുതലായ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ നടന്ന് പരമേശ്വര കോളേജും മറ്റും കണ്ടു. പിന്നെ ഞാൻ കുളമ്പിലേക്ക് മടങ്ങി വഴിമധ്യേ പോൾ ഗാവ്ല സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്നും ഹട്ടത്തിലേക്ക് വണ്ടി കയറി. ഹട്ടനും ഡിക്കോയെയും സന്ദർശിച്ചിട്ട് അവിടെ നിന്നും ഞാൻ മോട്ടോർ കാർ വഴിയായി മസ്കലിയായിലേക്ക് തിരിച്ചു. ആ നഗരത്തിന് ഏറെ അടുത്താകുന്നു ശിവനടിപാദം മലയെന്ന് ആ കാർ ഡ്രൈവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മലമുകളിൽ കയറണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. ആ വഴിക്ക് മോട്ടോർ കാർ തിരിക്കുവാൻ ഞാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. അയാൾ അതിന് വഴിപ്പെടാതെ പല തടസ്സങ്ങളും പറയുകയാണുണ്ടായത്. ശിവനടിപാദം മല കയറണമെങ്കിൽ 1 മാസം കുറയാതെ വ്രതാനുഷ്ഠാനം ചെയ്ത് പഴയ പൂജാരികളുടെ നേതൃത്വത്തിൽ ചില കെട്ടുകളും പേറിക്കൊണ്ട് പോകാഞ്ഞാൽ ആർക്കും സാധിക്കയില്ലത്രേ. മോട്ടോർ വണ്ടി മാർഗത്തിലായി ഒരിക്കലും അങ്ങോട്ട് പോകുവാൻ നിവൃത്തിയില്ല. വേണമെങ്കിൽ 1.5 നാഴിക കൂടെ പോയാൽ ചിന്നമസ്കലായിലെത്താം. അവിടെ നിന്നും മലയടിവാരത്തിലേക്ക് 5 നാഴിക കാട്ടിൽ കൂടെ നടന്നു പോകണം. രാത്രിയല്ലാതെ മലമുകളിൽ കയറുവാൻ നിവൃത്തിയില്ല. പകൽ സമയത്ത് കയറിയാൽ സഹിക്കവയ്യാത്ത തീവെയിലിൽ കിടന്ന് പൊരിഞ്ഞ് മനുഷ്യൻ ചത്തുപോകും. ഇത്തരം സമാധാനത്തിലൊന്നും ശാന്തമാകാതെ പിന്നെയും ആ പർവ്വതശിഖരത്തിൽ കയറണമെന്ന ആഗ്രഹം എന്നെ മുന്നോട്ട് പിടിച്ച് തള്ളി തുടങ്ങി. വീണ്ടും അയാളെ പല വിധത്തിൽ പ്രേരിപ്പിച്ചു നോക്കി. ഒടുവിൽ ഒരു വിധത്തിൽ ഒരു മന്നാടിയാരുടെ ക്യാരേജിൽ ആ മോട്ടോർ വണ്ടി സൂക്ഷിച്ചിട്ട് ഞങ്ങൾ സൂര്യാസ്തമയത്തിന് മുമ്പേ മലയടിവാരത്തിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ വെച്ച് അവിടേക്ക് പോകുന്ന ചില സിംഗളവരെ കണ്ടുമുട്ടി. അവരുടെ കൂടെ ചേർന്ന് 6:30 മണിക്ക് ഞങ്ങൾ മലയടിവാരത്തിലുള്ളതായ
ഒരു ബാലസ്വാമിയാരുടെ സത്രത്തിൽ ചെന്നു ചേർന്നു. അവിടെ കുറച്ച് വിശ്രമമെടുത്ത് ആഹാരവും കഴിച്ച് വീണ്ടും യാത്ര ചെയ്ത് കാന്തമല, സൂചിമല എന്ന പർവ്വതങ്ങളും കടന്നു. ശിവനടിപാദം ഗിരിശിഖരത്തിലേക്ക് കയറുവാൻ മേലെ നിന്നും കീഴ്പോട്ട് കമ്പികൾ നീട്ടിയിട്ടിരിക്കുന്നു. ആ കമ്പികളിൽ പിടിച്ചു തൂങ്ങിക്കിടന്നിട്ട് വേണം ചില ദിക്കുകളിൽ മേലോട്ട് കയറുവാൻ. ആ വിധമുള്ള അഭ്യാസ കലവികളാലും മറ്റും വളരെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ ഞങ്ങൾ മലയുടെ ശിഖരത്തിൽ ചെന്നു ചേർന്നു. അവിടെ ഉദ്ദേശം ഒരു 300 ജനങ്ങൾക്ക് ഞെരുങ്ങി നിൽക്കുവാൻ തക്ക സ്ഥലസൗകര്യമേയുള്ളൂ. അവിടെ നിന്നും കീഴോട്ട് നോക്കിയാൽ മേഘനിരകൾ അടിഞ്ഞു കിടക്കുന്നത് കാണാം. നാനാമതസ്ഥരും ആ ദർശന സ്ഥലത്ത് വരാറുണ്ട്. മുഹമ്മദീയരും ക്രിസ്ത്യാനികളും അത് ആദം മലയാണെന്നും സിംഗളർ ശ്രീബുദ്ധ മലയാണെന്നും ഹിന്ദുക്കൾ ശിവൻ കൈലാസത്തിലിരുന്ന് കാൽനീട്ടി വെച്ച മലയാണെന്നും മറ്റുമുള്ള ധാരണയോടെ അവിടെ വന്ന് അവരവരുടെ മതാനുഷ്ഠാന വഴിക്ക് ആരാധന നടത്തുന്നു. ഹിന്ദുക്കൾ കർപ്പൂരം, സാമ്പ്രാണി, അഷ്ടഗന്ധം മുതലായവയും മുഹമ്മദീയർ ചന്ദനത്തിരികളും ക്രിസ്ത്യാനികൾ മെഴുകുതിരികളും കൊണ്ടുവന്ന് ധൂമദീപങ്ങൾ ചമച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏകോദര സഹോദരരായി കൊട്ടത്തേങ്ങ എറിയുകയും പതിവാണ്. സിംഹളവർ കഴുങ്ങിൻ്റെ പൂക്കുലയും പലവിധമായ പുഷ്പങ്ങളും കൊണ്ട് അർച്ചന ചെയ്ത് സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നു. അവിടെ ചെറിയ ഒരു വിഹാലയത്തിനുള്ളിൽ ഒരു ബുദ്ധപ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ആ മലമുകളിലും സാധുക്കളുടെ പണം പറ്റിച്ചെടുക്കുന്ന ചില സരസന്മാരെ ക്ഷാമമില്ലാതെ കാണാം. പല സാധുക്കളുടെ കയ്യിൽ നിന്നും അന്യായമായി പണം തട്ടിച്ചെടുക്കുന്ന വിദ്യ പലകുറി ഞാൻ നോക്കിക്കണ്ടു. ഉദ്ദേശം 12 അടി നീളത്തിൽ 2 അടി താഴ്ചയിൽ ഒരു പാദത്തിൻ്റെ ഛായ പതിഞ്ഞ് ഒരു കരിങ്കല്ല് അവിടെ കാണുന്നുണ്ട്. അതാകുന്നു ശിവപാദം. വെള്ളവസ്ത്രങ്ങൾ കൊണ്ടുവന്ന് പലരും ആ പാദത്തെ മൂടി കുമ്പിടുന്നു. ആ മലശിഖരത്തിലേക്ക് വരുവാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒരു മാർഗത്തിൻ്റെ അടിവാരത്തിൽ നിന്ന് മറ്റേ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ മലശിഖരത്തിൽ കയറി ഇറങ്ങണം. അല്ലെങ്കിൽ മസ്തലിയിൽ വന്ന് അവിടുന്ന് രത്നപുരിയിലേക്ക് പോയാലും പാതക്കൽ വഴിയായി മറ്റേ അടിവാരത്തിൽ ചെന്നു ചേരാം. അതിന് 182 മൈൽ ചുറ്റി വരണം. സിലോൺ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ചെറു ദ്വീപാണെങ്കിലും അവിടെ 2,10,000 മല എസ്റ്റേറ്റുകളിൽ അസംഖ്യം മനുഷ്യർ വസിച്ചു വരുന്നു. ശിവനടിപാദം മലയ്ക്ക് നേരെ കിഴക്കായി ഒരു പർവ്വതമുണ്ട്. ആ ഗിരിയുടെ ശിഖരത്തിൽ ചെല്ലുവാൻ ഒരു മാർഗവുമില്ല. ശിവനടിപാദത്തിലും കൂടുതൽ ഉയരം തോന്നിക്കുന്നത് ആ മലയാകുന്നു. ഒരു മലയാളിയായ കുഞ്ചുപ്പൂശാരി ആ മലശിഖരത്തിൽ പോയി കൊടിനാട്ടിയെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു കിംവദന്തിയുണ്ട്. ഒരു പ്രകാരത്തിലും ആ മലമുകളിൽ കയറി എന്നത് അതിൻ്റെ അടിവാരത്തിൽ നിന്ന് മേൽപോട്ട് നോക്കിയവർക്ക് വിശ്വാസയോഗ്യമാകുന്നതല്ല. 5,000-6,000 അടി ഉയരത്തിൽ ഒരു പൊട്ടും പൊളിവുമില്ലാതെ നീളെ ചളി പിടിച്ച് വെണ്ണ പോലെ കിടക്കുന്ന ആ ശിവഗിരിയുടെ ഏറ്റവും ഉയർന്ന ശിഖരത്തിൽ എങ്ങനെ കയറിപ്പോയി കൊടിനാട്ടും? സിലോണിൽ ഉള്ളതായ ചില മലകളിൽ മനുഷ്യർക്ക് പ്രവേശിപ്പാൻ സാധിക്കുന്നില്ല. അണുരാജപുരം മഹാരണ്യവും നൂറേലിയ കാടുമാണ് സിലോണിലെ ഭയങ്കരമായ കാടുകൾ. ആ കാടുകളിൽ നിന്നാകുന്നു കാട്ടാനകളെ പിടിക്കുന്നത്. സിലോണിൽ ആനകളെ പിടിക്കുന്നത് കേരളത്തിലെ പോലെ കുഴിയിൽ ചാടിച്ചിട്ടല്ല. കാടിൻ്റെ ഒരു മൂലയ്ക്കൽ വലിയ മരങ്ങൾ കുഴിച്ചിട്ട് വളച്ചു കെട്ടുന്നു. കാട്ടിൽ നിന്ന് ഓടിവരുന്ന ആനകൾക്ക് കയറി മുളയുവാൻ അനേക കൃത്രിമ വാതിലുകളും അതിൽ ഘടിപ്പിച്ചിരിക്കും. ആനവേട്ടക്കാർ കൂട്ടമായി വെടിയും പടയുമായി കാടിനുള്ളിൽ കടന്ന് ആനകളെ തുരത്തി ഓടിക്കുന്നു. എല്ലാ വഴികളും മുട്ടി ഓടുന്ന ആനകൾ മുൻ തയ്യാറാക്കിയിട്ടുള്ള മരക്കൂട്ടിനുള്ളിൽ ചെന്ന് കയറിയാൽ വാതിലുകൾ ബന്ധിക്കുകയായി. ഇണങ്ങിയ ആനകളെയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരിക്കും. അവ മരങ്ങളുടെ പഴുതിൽ കൂടെ തുമ്പിക്കരത്തിൽ കാട്ടാനകളുടെ തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ച് അവയെ ചങ്ങലയ്ക്ക് ബന്ധിക്കുന്നു. കുറേ ദിവസം അവിടെയിട്ട് തീറ്റിയും വെള്ളവും ഒന്നും കൊടുക്കാതെ അവ ശക്തി ക്ഷീണിച്ച് മെരുങ്ങുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകും. 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാകുന്നു സിലോൺ ഗവൺമെൻറ് കാട്ടാനകളെ പിടിക്കുവാൻ അനുവാദം കൊടുക്കുന്നത്. ഈ അത്യത്ഭുതകരമായ വിനോദം കാണുവാൻ സിലോൺ ഗവർണർ മുതൽ ആ രാജ്യത്തിലെ പ്രധാനികളിൽ ഭൂരിപക്ഷവും വന്നു ചേരുക സാധാരണമാണ്. കുറേ ദിവസത്തിന് ആ ആരണ്യപ്രദേശം വ്യാപാരികളുടെയും വിനോദപ്രിയന്മാരുടെയും ഒരു കേന്ദ്രമായി തീർന്നിട്ടുണ്ടാകും. ശിവനടിപാദം ഗിരിശിഖരത്തിൽ അതിപുരാതനമായ 2-3 ആയസ സംഘാതങ്ങൾ കിടക്കുന്നത് കാണാം. ആ ജാതി ഇരുമ്പ് ലോകത്തിൽ നന്നേ ദുർലഭമാണെന്നും ആ പിണ്ടങ്ങൾക്ക് ഏതാണ്ട് 1000 കൊല്ലങ്ങളിലേറെ പഴക്കമുണ്ടാകുമെന്നും ഏതോ ഒരു ഭൂപ്രകൃതി ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു. ഇത്രയേറെ പ്രാക്തനമായിരുന്നാലും ഒരണുപോലും തുരുമ്പ് അവയിൽ കടന്നുകൂടിയിട്ടില്ല.
സിംഗളവർ 2575 വർഷത്തെ പഴക്കമാണ് ആ ഇരുമ്പ് കട്ടകൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അവയെ അവിടെ നിന്നും ഇളക്കിപ്പറിച്ച് എടുത്തുകൊണ്ട് പോരുവാൻ സാധിക്കയില്ല. കല്ലിൽ നിന്ന് മുളച്ചു വന്ന വിധത്തിലാകുന്നു അതുകളുടെ അഗ്രങ്ങൾ പുറത്തേക്ക് കാണുന്നത്. സാധാരണ സ്വാമി ദർശനത്തിന് മലശിഖരത്തിൽ പോകുന്നവർ ആ പാദാകൃതിയെ മാത്രം പ്രദക്ഷിണം ചെയ്ത് ഓടിയിറങ്ങിപ്പോരുന്നതല്ലാതെ മേൽപ്പറഞ്ഞതെല്ലാം അത്ര ഗണ്യമാക്കാറില്ല. ആ മലശിഖരത്തിൽ നിന്നും അണുരാജപുരത്തേക്കും കാണ്ടിയിലേക്കും 2 ഗുഹാമാർഗങ്ങൾ ഉണ്ടെന്ന് ഹിന്ദുക്കളും മക്കത്തേക്ക് എളുപ്പമായ ഒരു ഗുഹാമാർഗമുണ്ടെന്ന് മുഹമ്മദീയരും പ്രസ്താവിക്കുന്നു. ക്രിസ്ത്യാനികൾ ഈ തർക്കത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. അനേക ചരിത്രങ്ങൾ അനേകവിധമായ ശിവനടിപാതത്തെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുണ്ടെങ്കിലും ഗ്രന്ഥവിസ്താരത്തെ ഭയന്ന് ആ ഭാഗങ്ങളൊന്നും ഇവിടെ പ്രസ്താവിക്കുന്നില്ല. അന്ന് മലശിഖരത്തിൽ ദർശനത്തിന് വന്നിരുന്നവരിൽ ഞങ്ങൾ 2 പേർ ഒഴികെ മലയാളികളായി ആരുമുണ്ടായിരുന്നില്ല. കുംഭമാസത്തിലെ ശിവരാത്രി സംബന്ധിച്ചാകുന്നു സാധാരണയായി മലയാളത്തുകാർ മലയ്ക്ക് പോകുന്നത്. കുളിയും വ്രതവും നോയമ്പും ഉടുക്കുകൊട്ടും അയ്യപ്പൻ പാട്ടും അവരുടെ ഇടയിലെ നടപ്പാണ്. മറ്റുള്ളവർ അതേ വിധത്തിൽ അനുവർത്തിക്കുന്നതായി കേട്ടിട്ടില്ല. ദരിദ്രനായ ഒരു മലയാളിക്ക് മല കയറണമെങ്കിൽ ലുബ്ധു പിടിച്ച് ചിലവ് ചെയ്താലും 50 ഉറുപ്പിക കൂടിയേ തീരൂ. മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് 5 ഉറുപ്പിക ചെലവ് ചെയ്തുവെന്നാൽ ധാരാളവുമായി. പ്രതിവർഷം മല കയറുന്നതിൽ ഭ്രമമുള്ള മലയാളികൾ സിലോണിൽ വിരളമല്ല. തങ്ങളുടെ വാർഷികമായ തുച്ഛ സമ്പാദ്യം ഈ ഒരു പുണ്യപ്രവൃത്തിക്കായി ചിലവ് ചെയ്യുവാനും അവർ സന്നദ്ധരാണ്. ഇമ്പാമലയിൽ മലയാളികൾ കൂട്ടമായി താമസിക്കുന്ന ദിക്കിൽ വല്ല വാക്കുതർക്കങ്ങൾക്കും ഇടവരുമ്പോൾ ഞാൻ 11 വർഷം മുടങ്ങാതെ ശിവനടിപാദം കയറിയവനാണ്, നീ എന്നോട് കളിക്കണ്ട എന്ന് ചിലർ വീരവാദം പറയുന്നത് ഞാൻ അടുത്തു നിന്ന് കേട്ടിട്ടുണ്ട്. പളനിമല, ശബരിമല, തിരുവണ്ണാമല, കതിർകാമം മല, ശിവനടിപാദം മല മുതലായ സ്ഥലങ്ങളിൽ പോകുന്നതിനായി പ്രായേണ ചിലവുകളും ഭക്തിയും കൂടുതലായിട്ടുള്ളത് മലയാളികൾക്കാണെന്ന് പറയാം. ശിവനടിപാത ശിഖരത്തിൽ നിന്ന് നോക്കിയാൽ മയൂഖമാലിയുടെ ഉദയരശ്മികൾ വീണ് പരന്ന് പാടലമായ പൂർവ്വദിങ്മണ്ഡലം നമ്മുടെ കണ്ണും കരളും ഒരുപോലെ കവർന്നു കളയും. ഞങ്ങളെല്ലാവരും അന്ന് സുമാർ 5:30 മണിക്ക് സ്വാമി ദർശനം കഴിച്ച് സൂര്യോദയത്തെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അജിരേണ പഞ്ചലോഹങ്ങളും നവരത്നങ്ങളും കലർന്നുകൂടി സമജ്വലമായി തീർന്ന ഒരു ഓമനക്കുട അദ്രിയുടെ തെക്കുകിഴക്കേ മൂലയിൽ നിന്ന് ഒളിതള്ളിത്തിളങ്ങി ദർശനവീഥിയിൽ കയറുവാൻ തുടങ്ങി. ഗൗരമരീചികൾ ചിതറിയ ആ കർമ്മസാക്ഷിയുടെ തേജോമണ്ഡലം തരുലതാശ്യാമളമായ പരിസരഭൂമിയെ കനകാഭിഷിക്തമാക്കുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. പൊടുന്നനെ പിൻപുറത്ത് നിന്ന് അയ്യോ അയ്യോ സ്വാമി കടവുളേ കൊല്ലാതെ എന്ന് ഒരു ദീനരോദനം കേൾക്കായി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു തമിഴനെ 5-6 സിംഗളവർ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കുന്നതായിരുന്നു. അവൻ ശിവന്റെ പാദത്തിൽ കാണിക്കയിട്ടിരുന്ന കാശ് അപഹരിച്ചുവത്രേ. അയ്യോ സാമി നാ എടുക്കല, கடவுளானை நான் எடுக்கல, வழியில் கிடந்த சில்லியே நான் எடுத்து சுவாமி பாதத்தில் போட்டேன். அல்லாம கடவுளுக்கு உண்மையா நான் ஒன்றுமே செய்யலை. സ്വാമി എന്നോട് ഉസിര് പോത് സ്വാമി എന്നിങ്ങനെ അവൻ്റെ ആക്രന്ദനം തുടർന്നുകൊണ്ടിരുന്നു. അവിടെ കൂടിയിരുന്നവർ എല്ലാം ആ സാധുവിൻ്റെ ദയനീയത നോക്കി വേദനപ്പെട്ടെങ്കിലും മുഷ്കന്മാരായ പ്രഹർത്താക്കളുടെ കൈ അയഞ്ഞു കണ്ടില്ല. ആ നിരപരാധിയുടെ എല്ലുകളെല്ലാം നുറുക്കിയിട്ടും അവനെ വെറുതെ വിട്ടയക്കാതെ ആ ദുഷ്ടന്മാർ അവൻ്റെ 2 കൈകളും കൂട്ടിക്കെട്ടിയിട്ടു. 4 കൈകളുണ്ടായാലും ആ മലമുകളിൽ നിന്ന് കമ്പികൾ പിടിച്ചിറങ്ങാൻ വിഷമമായിരിക്കെ ഉള്ള 2 കൈ തന്നെ കൂട്ടിക്കെട്ടിയാൽ എത്ര കഷ്ടം ഒരുവനുണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാകുന്നു. ആ മൂർഖന്മാർക്ക് അണുവോളമെങ്കിലും ഈ വിചാരം ഉണ്ടായിരുന്നില്ല. ഇതാണോ ശിവനടിപാത മാഹാത്മ്യം? എവിടേക്കും ദരിദ്രർക്ക് രക്ഷയില്ല. ശിവനടിപാതമായാലും ബ്രിട്ടനായാലും എല്ലാം FMS പോലെ തന്നെ. അധ്യായം 14. ഗിരിശിഖരത്തിൽ നിന്ന് വളരെ പണിപ്പെട്ട് ഇറങ്ങി ഞങ്ങൾ നടന്നും ക്ഷീണിച്ചും മസ്കലിയിൽ ചെന്ന് ചേർന്നു. അവിടുന്ന് മോട്ടോർ മാർഗമായി കൊളംബ് പട്ടണത്തിലേക്ക് തിരിച്ചു. കൊളംബിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ലംവത്തേക്ക് പോയി. അവിടെ മുനീശ്വരം എന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട്. കടൽക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധജലം അവിടെ കിട്ടുകയില്ല. കടൽ ഊറ്റുവെള്ളമാണ് സാധുക്കളെല്ലാം ഉപയോഗിച്ചു വരുന്നത്. പണക്കാർ കൊളംബിൽ നിന്നും ശുദ്ധജലം വരുത്തി ഉപയോഗിക്കുന്നു. താമസത്തിന് സൗകര്യം ലഭിക്കായകയാൽ ഞങ്ങൾ അവിടെ നിന്നും
ഉങ്കിരിയാവു എന്ന ഒരു സ്ഥലത്തേക്ക് പോയി. ആ പ്രദേശത്ത് അനേകം ദരിദ്രന്മാരായ സിംഗളവരുടെ കുടുംബങ്ങളെ കാണുകയുണ്ടായി. അവരിൽ ചിലർ ഞങ്ങളെ കണ്ട് വളരെ വണക്കത്തോടെ സിംഗള ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. എനിക്ക് സിംഗള ഭാഷ നല്ല പരിചയമുണ്ടായിരുന്നില്ല. അവർ പറയുന്നതെല്ലാം എൻ്റെ കൂട്ടുകാരൻ എന്നെ ധരിപ്പിച്ചു. ആ സംഭാഷണത്തിൽ നിന്നും അവിടെ അടുത്ത് ഒരു മലയാളിയുണ്ടെന്ന് എനിക്ക് അറിവാൻ ഇടയായി. ഞങ്ങൾ ആ മലയാളത്തുകാരൻ്റെ പാർപ്പിടത്തിലേക്ക് പോയി. അയാളെ ഭാര്യാസമേതനായിട്ടാണ് അവിടെ കണ്ടത്. ഞങ്ങളോട് സിംഗള ഭാഷയിൽ തന്നെ അയാൾ സംഭാഷണം തുടങ്ങി. ഞാൻ മലയാളത്തിൽ അതിനുള്ള സമാധാനം പറഞ്ഞിട്ടും ഞങ്ങൾ മലയാളികളാണെന്നറിഞ്ഞിട്ടും അയാൾ സിംഗളത്തിൽ തന്നെ സംസാരിച്ചതേയുള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ അപേക്ഷയെ സ്വീകരിച്ച് ആ മലയാളി മുറിയും മുക്കാലുമായി മലയാള ഭാഷയിൽ തന്നെ സംഭാഷണം തുടർന്നു. ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള കാട്ടൂർ വില്ലേജിൽ കാരപ്പറമ്പിലെ രാമൻ എന്നിങ്ങനെ അയാൾ സ്വന്തം ഊരും പേരും എന്നെ പരിചയപ്പെടുത്തി. ഞങ്ങൾ തിരിച്ചു പോരുവാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഒരു വലിയ വിരുന്നൊരുക്കി ഞങ്ങളെ സൽക്കരിക്കുകയുണ്ടായി. സ്വജീവിതത്തിൻ്റെ ഏതാനും ചില അധ്യായങ്ങളെ അയാൾ എന്നെ കേൾപ്പിച്ചു. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. താൻ ഈ പ്രദേശത്ത് വന്നിട്ട് 30 വർഷമായി. സ്വദേശത്ത് ഒരു ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. ഇവിടെ ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു. 12ാം വർഷം ആ ഭാര്യ മരിച്ചു പോകയാൽ പുനർവിവാഹം ചെയ്ത് ആ സിംഗള സ്ത്രീയെയാകുന്നു ഇപ്പോൾ ഈ വീട്ടിനുള്ളിൽ കാണുന്നത്. താൻ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ജന്മി ഒരു സിംഹള അധികാരിയാകുന്നു. ആ പ്രഭു താമസിക്കുന്നത് ഇവിടുന്ന് 5 മൈൽ അകലെയാണ്. അവിടെ പോയി ഞങ്ങൾ അയാളുടെ മുതലാളിയെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തിപ്പോകുന്നതായാൽ കുറേ ബഹുമതിയുണ്ട് എന്നായി പിന്നീട് അയാളുടെ അപേക്ഷ. ഞാൻ ആ ജന്മിയുടെ വീട്ടിലേക്ക് പോകുവാൻ സമ്മതിച്ചു. അപ്പോൾ തന്നെ അയാൾ ഭാര്യാസമേതം ഞങ്ങളോടുകൂടെ പുറപ്പെട്ടു. 15 നിമിഷങ്ങൾക്കുള്ളിൽ ആ ജന്മിയുടെ പടിക്കെട്ടിൽ ചെന്നിറങ്ങി. ഞങ്ങളെ കണ്ടയുടൻ ആ സിംഗള കുടുംബം ആബാലവൃദ്ധം പുറത്തു വന്നു. എത്രയും ബഹുമാന്യ മിത്രങ്ങളെ എന്ന പോലെ ഞങ്ങളെ അവർ സന്തോഷാഹ്ലാദങ്ങളോടുകൂടി ഉപചരിച്ചു. ആ ഉന്നതമായ പ്രഭുഭവനത്തിൻ്റെ പ്രവേശനദ്വാരത്തിൽ ചെന്ന് കയറിയ ഞങ്ങളെ സന്തോഷസൂചകമായി ആ പ്രഭു തന്നെ കൈപിടിച്ച് കയറ്റി ചില വിചിത്രങ്ങളായ ആസനങ്ങളിൽ കൊണ്ടിരുത്തി. അനന്തരം ആ സിംഗള പ്രഭുവും ഞാനുമായി പരിചിതരെ പോലെ മമതാപൂർവം ഇരുന്ന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. ആ സന്ദർഭത്തിൽ വാലും തലയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള 6-7 ഇഴജന്തുക്കളെ കയറിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് ഒരുവൻ അവിടെ കടന്നു വന്നു. ആ പ്രാണികൾ എൻ്റെ നേത്രങ്ങൾക്ക് പുത്തരിയായിരുന്നു. അതുകൾ ആ നാട്ടിലെ ഒരു ജാതി വിഷപ്പാമ്പുകളായിരുന്നു. 7-7 വീതം സംഘമായി ചേർന്ന് അവ വീടുകളുടെ മുകൾ ഭാഗത്ത് കയറി ഒന്നിനൊന്നു തൊട്ട് ചങ്ങല പോലെ കീഴോട്ട് തൂങ്ങുമത്രേ. വീട്ടിനുള്ളിൽ നിദ്രയിൽ കിടക്കുന്ന മനുഷ്യനെ ആദ്യത്തേത് കടിച്ച് അട്ടയെപ്പോലെ രക്തം വലിച്ചെടുക്കും. ആ രക്തം അവസാനത്തെ പാമ്പിൻ്റെ വയറാകുന്നു ആദ്യമായി നിറയ്ക്കുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും ഉദരസമ്പൂർത്തി വന്ന് ഒടുവിൽ 7ാമത് കടിച്ച പാമ്പിൻ്റെ വയർ നിറഞ്ഞതിനു മേലെ അവ ദഷ്ടനെ ഉപേക്ഷിച്ചു പോകും. ഈ 7 നാഗങ്ങളുടെ വയർ നിറയുവാൻ മാത്രമേ ഒരു മനുഷ്യന് രക്തമുണ്ടാകുകയുള്ളൂ. പാമ്പുകൾ രക്തം കുടിക്കുമ്പോൾ കടിപ്പെട്ട മനുഷ്യന് ക്ഷീണവും നിദ്രയുമുണ്ടായി അതോടെ ജീവഹാനി സംഭവിക്കുന്നു. മനുഷ്യരുടെ രക്തമല്ലാതെ മറ്റ് യാതൊരു ജീവിയുടെ രക്തവും ആ പാമ്പുകൾ കുടിക്കുകയില്ല. അവയുടെ കടിയേറ്റവർ ആരും ജീവിച്ചിട്ടില്ലത്രേ. ഈ തരം പാമ്പുകൾ ആ പ്രദേശത്തല്ലാതെ മറ്റെങ്ങും ഉണ്ടെന്നുള്ളതായി കേട്ടിട്ടില്ല. അനേകവിധം വിഷപ്പാമ്പുകൾ ആ നാട്ടിലുണ്ട്. വേന്തിരം എന്ന ഒരുമാതിരി പാമ്പിൻ്റെ മുരമ്പൽ ബഹുകർണകഠോരമായി തോന്നും. കരിവഴല, ശംഖുപാലൻ, കരിമൂർഖൻ, വെമ്പാല, തക്ഷകൻ, വാസുകി, കാർക്കോടകൻ തുടങ്ങി വിവിധങ്ങളായ മഹാസർപ്പങ്ങളെ ആ നാട്ടിൽ എവിടെ തിരഞ്ഞാലും ക്ഷാമമില്ലാതെ കാണാം. പക്ഷേ ആ പാമ്പുകൾ മലയാളത്തിലെ പോലെ മനുഷ്യരെ കടിക്കുന്നില്ല. അഥവാ വല്ലപ്പോഴും ആരെയെങ്കിലും വിഷസ്പർശനം ചെയ്താൽ ആ വിഷമിറക്കുവാൻ സമർത്ഥരായ വിഷഹാരികൾ ആ പ്രദേശത്ത് സുലഭവുമാണ്. ആ ദിക്കിൽ വിഷവൈദ്യർ ധാരാളമുണ്ടെന്നും അവരെല്ലാം അധകൃത ജാതിയിൽപ്പെട്ടവരാണെന്നും പ്രഭുവിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു. ജാതിയുടെ അധകൃത വിവക്ഷ വന്നപ്പോൾ ബുദ്ധമതസ്ഥരായ നിങ്ങളുടെ ഇടയിലും ജാതിഭേദമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുവാനിടയായി. അതിന് സമാധാനമായി അവരുടെ ഇടയിലുള്ള ജാതിവ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹം വിവരണം തുടങ്ങി. ഈ നാട്ടിൽ 4 വക ജാതികളുണ്ട്. ഞാൻ തന്നെ സമുദായത്തിൻ്റെ താഴ്ന്ന ശാഖയിലെ ഒരു അംഗമാകുന്നു. മാസം പ്രതി
2,00,000 നാളികേരം സ്വന്തം ഭൂമിയിൽ നിന്ന് കിട്ടുവാൻ ആസ്തിയുള്ളവനും ഈ നാട്ടിലെ ഒരാറാച്ചി അധികാരിയുമാകുന്നു ഞാൻ. എൻ്റെ പിതാവിൻ്റെ കാലശേഷമാണ് ഞാൻ വിവാഹം കഴിച്ചത്. വിവാഹകാലത്ത് വധു ഞങ്ങളിൽ നിന്ന് താഴ്ന്ന കുലത്തിൽപ്പെട്ടവളാണെന്ന് ദൂഷണമുണ്ടായി. വിപുലമായ അനുരാഗം അതത്ര വിശ്വസിച്ചില്ല. കല്യാണച്ചടങ്ങുകൾ നടത്തി വധൂവരന്മാരായ ഞങ്ങൾ അടുത്തുള്ള പഞ്ചാലയിലേക്ക് പോയപ്പോഴാണ് യാഥാർത്ഥ്യമറിയുവാൻ കഴിഞ്ഞത്. ഇത്രയും ആയപ്പോൾ കാപ്പിയും ലഘുഭക്ഷണവും ഭോജനശാലയിൽ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ഒരു പരിചാരകൻ വന്ന് അറിയിച്ചു. ഞങ്ങളെല്ലാവരും ആ ആറാച്ചിയുടെ അപേക്ഷ പ്രകാരം ഭോജനശാലയിലേക്ക് പോയി. അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് ഞങ്ങൾ കാപ്പിയും പലഹാരങ്ങളും ആഹരിച്ചു. വീണ്ടും മുമ്പിലിരുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് സംഭാഷണം തുടങ്ങി. ഈ നാട്ടിൽ റോഡിയാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർ മനുഷ്യരൂപത്തോടെ ജനിച്ചതാണ് മഹാകഷ്ടമായത്. മൃഗപ്പിറവികളായിരുന്നുവെങ്കിൽ അവരെ ജാതി മനുഷ്യർ തൊടുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. അമേദ്യം ഭുജിക്കുന്ന പട്ടികളും പന്നികളും പച്ചമാംസം തിന്നുന്ന പൂച്ചകളും ഈ നാട്ടിൽ സുലഭമാണ്. ഈ ജന്തുക്കളെ ജാതി മനുഷ്യർ താന്താങ്ങളുടെ വീട്ടിൽ വെച്ച് മെരുക്കി വരുന്നു. ശയ്യാപരിസരങ്ങളിലും ചിലപ്പോൾ ചിലരുടെ ശയ്യയിൽ തന്നെയും അവയ്ക്ക് സ്ഥാനമുണ്ട്. പന്നികളെ പുത്രസ്നേഹത്തോടുകൂടി വളർത്തിയ ശേഷം തച്ചുകൊന്ന് അവയുടെ മാംസം തിന്നുന്ന കൂട്ടർ ഉയർന്ന ജാതിയിൽ തന്നെ കാണും. റോഡിയർ എന്ന വകുപ്പിൽപ്പെട്ടവർക്ക് ശുഭ്രവസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടില്ല. അവരുടെ പെണ്ണുങ്ങൾക്ക് സ്തനങ്ങൾ മറയ്ക്കുവാനും അനുവാദമില്ല. വിഫാലയ പരിസരങ്ങളിൽ അവർക്ക് പ്രവേശിക്കവയ്യ. റോഡിയവരോടുകൂടി ഭാഷണം ചെയ്യുന്നത് കണ്ടാൽ മേൽജാതിക്കാർക്ക് വളരെ പുച്ഛമാകുന്നു. ഇത്തരത്തിൽ പറയുന്നതായാൽ അവരുടെ അവശതകളെപ്പറ്റി കുറേയേറെ പറയുവാനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ജാതിശല്യമുണ്ടെങ്കിലും താഴ്ന്ന ജാതിക്കാർക്ക് വസ്ത്രം വെളുപ്പിച്ചുകൊടുക്കുന്നതിന് ആർക്കും വിരോധമുണ്ടാകില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം നിങ്ങളുടെ കേരളം വളരെ സുഖഭൂയിഷ്ടമാണ്. കേരളീയർ സുമുഖന്മാരും അഭിമാനമുള്ളവരും കർമ്മബുദ്ധികളും അന്ധവിശ്വാസമില്ലാത്തവരും ശുഭ്രവസ്ത്രധാരികളുമായിട്ടാകുന്നു കണ്ടുവരുന്നത്. മേൽപ്പറഞ്ഞ റോഡിയർ വസ്ത്രങ്ങൾ വെളുപ്പിച്ചുകൊടുത്താൽ ഈ നാട്ടിലുള്ളവർ ഒട്ടാകെ ഇളകി വശാവും. കഴിഞ്ഞ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് എൻ്റെ അടുക്കൽ നാട്ടുകാർ ഒരു ആവലാതി കൊണ്ടുവരികയുണ്ടായി. ഈ ദേശത്ത് നിന്നും ഒരു റോഡിയൻ കൊളംബിൽ പോയി സിനിമ കണ്ട് മടങ്ങി വന്നത് നാട്ടുകാർക്ക് ആക്ഷേപകരമായത്രേ. അവൻ അങ്ങനെ ചെയ്തത് കീഴ്വഴക്കമില്ലാത്തത് കൊണ്ടാകയാൽ അവനെ ഈ നാട്ടിൽ നിന്നും പുറത്ത് തള്ളിക്കളയണമെന്നായിരുന്നു അപേക്ഷ. ഞാനിതിന് എന്താ ചെയ്യുക? അവൻ്റെ കാശ് കൊടുത്ത് ഇവിടുന്ന് 62 മൈൽ അകലെയുള്ള കൊളംബ് പട്ടണത്തിൽ പോയി സിനിമ കണ്ടതിന് ഇവർക്ക് ഇത്ര വളരെ അഭിമാനക്ഷയവും നഷ്ടവും വരുവാനുണ്ടോ? ഈ റോഡിയർ വകുപ്പിൽപ്പെട്ടവരായി രത്നപുരിയിൽ കുറേ ആളുകളുണ്ട്. അവരുടെ പെണ്ണുങ്ങളെപ്പോലെ അത്ര അഴകു തികഞ്ഞ സ്ത്രീകൾ സിംഗള മേൽജാതിക്കാരുടെ കൂട്ടത്തിൽ ദുർലഭമാകുന്നു. ഒരു ക്രിമിനൽ കേസ് സംബന്ധമായി ഈ റോഡിയ പെണ്ണുങ്ങളിൽ ചിലർക്ക് മജിസ്ട്രേറ്റ് കോർട്ടിൽ കയറേണ്ടി വന്നു. റോഡിയ പെണ്ണുങ്ങളുടെ വർണ്ണം തന്നെ കോറ കാച്ചി മുക്കിയ സ്വർണം പോലെ പ്രശോഭനമാകുന്നു. അന്ന് കോർട്ടിലുണ്ടായിരുന്ന മാന്യന്മാർ കേസ് വിചാരണകളിൽ തൃഷ്ണയില്ലാതായി ഈ പെണ്ണുങ്ങളുടെ തോൽക്കുടങ്ങളെ തന്നെ പലവട്ടം തൃഷ്ണയോടെ വീക്ഷിക്കുന്നത് അടുത്തിരുന്ന ഒരു യൂറോപ്യൻ സ്ത്രീ നോക്കിക്കാണുവാൻ സംഗതിയായി. അവർ ആരോടും ഒന്നും പറയാതെ ആ കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ മാന്യ മഹതിയുടെ അശ്രാന്ത പരിശ്രമത്താൽ പിന്നീട് രത്നപുരിയിലെ റോഡിയ പെണ്ണുങ്ങൾക്ക് മാത്രം അവരുടെ കാമമോഹനമായ കൊങ്കകളെ മറയ്ക്കുവാൻ അനുവാദം സിദ്ധിച്ചു. നാട്ടുകാരായ സിംഗളവർ അതിന് വളരെ വിരോധിച്ച് അനവരതം പരിശ്രമിച്ചെങ്കിലും വിജയമുണ്ടായില്ല. രത്നപുരിയിൽ മാത്രമേ ആ നിയമം സാധുവാകുകയുള്ളൂ. റോഡിയ പെണ്ണുങ്ങൾ റൗക്കയിട്ട് ഇവിടെയെങ്ങാൻ വന്നെങ്കിൽ അന്ന് തല്ലിൻ്റെ പിറന്നാൾ ഘോഷമാകുന്നു. ഇത്തരം സ്വാർത്ഥികൾ ഇവിടുത്തെ ബുദ്ധമതക്കാരിലും ധാരാളമാണ്. ഇനി നിങ്ങളുടെ യാത്രാചരിത്രങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രഭു ഉപസംഹരിച്ചു. എൻ്റെ തൽക്കാല സ്ഥിതികളെ ഞാൻ പ്രഭുവിനെ ചുരുക്കത്തിൽ ധരിപ്പിച്ചു. ഔദാര്യശാലിയും ഗുണപൂർണനുമായ ആ സിംഗളീയാധികാരിയെ ഞങ്ങൾ അജിരേണ വേർപിരിഞ്ഞു. പിന്നീടുള്ള എൻ്റെ യാത്ര പുറത്തളത്തേക്കായിരുന്നു. ആ പട്ടണം പരിചിതന്മാർക്കേ സുഖപ്രദമായി തോന്നൂ. ആ രാജ്യക്കാരിൽ ഭൂരിപക്ഷവും പനി പിടിച്ച് ദേഹം വിളറി വയറ് വീർത്തുകൊണ്ടുള്ള കോലങ്ങളായിട്ടാണ് കണ്ടത്. അത് കണ്ട് ഭയന്ന് ഞാൻ അവിടെ ഇറങ്ങി സഞ്ചരിക്കാതെ കൊളംബിലേക്ക് തന്നെ മടങ്ങി. വഴിമധ്യേ സ്ലാവം, കാക്കുപുള്ളി,
മാതമ്പി, കൊടാവു, പെണ്ണാപ്പുരെ മുതലായ ചെറുനഗരങ്ങളിലിറങ്ങി പല കാഴ്ചകളും കാണുകയുണ്ടായി. ആ നഗരങ്ങളിൽ കച്ചവടക്കാരും തൊഴിലാളികളുമായി കുറേ മലയാളികളുണ്ട്. മാതാമ്പി എന്ന സ്ഥലത്ത് കേമമായ ഒരു ചന്ത നടന്നുവരുന്നു. സിലോൺ ഉൾനാടുകളിലുണ്ടാകുന്നതായ ഫലമൂലാദികൾ എല്ലാം ആ ചന്തയിൽ വരും. ഞായറാഴ്ച അവിടെ വളരെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ചെന്നിറങ്ങുന്നു. ഇതോടെ അധ്യായം 14 പൂർത്തിയാകുന്നു. 15 മുതലുള്ള അധ്യായങ്ങൾ ഇനി വരും എപ്പിസോഡുകളിൽ കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി പുതിയ അധ്യായങ്ങളുമായി വരുന്നതുവരെ നന്ദി.